പെൺകുട്ടി ആ യുവാവിനെ ഒന്ന് തള്ളിയതേ ഉള്ളൂ. തൽക്ഷണ നേരം കൊണ്ട് അയാൾ പൂവിന്റെ ഇതളുകളായി മാറി താഴേക്ക് എത്തുന്നു. ഇത് കണ്ട പെൺകുട്ടിക്ക് വളരെയധികം അത്ഭുതം തോന്നുന്നു. കാരണം അയാൾ 5ാമത്തെ നിലയിൽ നിന്നാണ് നേരെ താഴേക്ക് എത്തിയത്. പെട്ടെന്ന് തന്നെ എന്തോ അസുഖം മൂലം യുവാവ് താഴേക്ക് വീഴുന്നു. ഇത് കണ്ട പെൺകുട്ടിയാവട്ടെ പരിഭ്രാന്തിയിൽ താഴേക്ക് ഓടുന്നു. താഴേക്കെത്തുന്ന പെൺകുട്ടിയുടെ കൈയാവട്ടെ അബദ്ധത്തിൽ മുറിയുന്നു. അവളുടെ കയ്യിലെ രക്തം കണ്ടപ്പോൾ രക്തം കുടിക്കണമെന്ന രീതിയിൽ അയാൾ വാ തുറക്കുന്നു. ഇത് കണ്ട പെൺകുട്ടിക്കാവട്ടെ തന്നെ ജോലിക്ക് എടുത്തതിന്റെ കാരണം മനസ്സിലാവുന്നു. ഈ പെൺകുട്ടി യുവാവിന്റെ വില്ലയിലേക്ക് വന്നത് തന്നെ ഒരു ജോലിക്കാരിയുടെ സ്ഥാനത്തേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവളുടെ ഇളയ സഹോദരന് ചികിത്സാ ചെലവിനായി പണമില്ലാത്തത് കൊണ്ടാണ് പെൺകുട്ടി ഇവിടെ ജോലിക്കായി വന്നത്. ഇന്റർവ്യൂവിനെത്തുന്ന എല്ലാ പെൺകുട്ടികളുടെയും രക്തം പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ഈ പെൺകുട്ടിയുടെയും രക്തം പരിശോധിക്കുമ്പോൾ അവിടെയുള്ള കുടുംബാംഗങ്ങളുടെ എല്ലാം കണ്ണുകളിൽ ചുവന്ന പ്രകാശമുണ്ടാവുന്നു. കുട്ടിയുടെ രക്തം കണ്ട വിധികർത്താവട്ടെ ഉടനെ തന്നെ സംതൃപ്തിയോടെ മുത്തശ്ശിയെ നോക്കുന്നു. അവരുടെ കൊച്ചുമകനെ പരിചരിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടിയെ ഒരു ഗ്ലാസ് വൈനുമായി അവന്റെ അടുത്തേക്ക് വിടുന്നു. യുവാവിനെ കണ്ട പെൺകുട്ടിയാവട്ടെ ഞെട്ടിപ്പോകുന്നു. അവൾ എന്നും സ്വപ്നത്തിൽ കാണാറുള്ള യുവാവായിരുന്നു അതെന്ന് അവൾ അത്ഭുതത്തോടെ മനസ്സിലാക്കുന്നു. പെൺകുട്ടിയെ കണ്ട യുവാവട്ടെ പെട്ടെന്ന് തന്നെ അവിടെ വിട്ടു പോകാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ പേടി കൊണ്ട് പെൺകുട്ടി പെട്ടെന്ന് തന്നെ അവനെ പുറകോട്ട് തള്ളുന്നു. അങ്ങനെ അവൻ പൂവിതളുകളായി താഴേക്കെത്തി പെട്ടെന്ന് അസുഖം മൂലം താഴേക്ക് വീഴുകയും ചെയ്യുന്നു. പെൺകുട്ടിയുടെ കയ്യിലുള്ള ബ്ലഡ് കണ്ടതിനാൽ തന്നെ അവൻ അത് വേണമെന്ന ആംഗ്യത്തിൽ അവൻ വാ തുറക്കുന്നു. പെൺകുട്ടി ഒരു മടിയും കൂടാതെ അവനത് നൽകുന്നു. യുവാവിന്റെ അസുഖമൊന്ന് ഭേദമാക്കിയപ്പോൾ അവന് മനസ്സിലാവുന്നു അവൻ പെൺകുട്ടിയുടെ രക്തം കുടിച്ചിരുന്നു എന്ന്. ആ തിരിച്ചറിവിൽ ദേഷ്യം തോന്നിയ യുവാവട്ടെ അവളെ തള്ളി മാറ്റുന്നു. ഈ സമയത്ത് അവന്റെ ദേഹത്തൂടെ പച്ച കളറിലെ ഒരു പ്രകാശം പോകുന്നതായി അവൾ കാണുന്നു. അപ്പോഴേക്കും യുവാവ് പറയുന്നുണ്ട് ഇത് കുടുംബപരമായിട്ടുള്ള ഒരു ശാപമാണെന്നും എപ്പോഴെങ്കിലും ആ പ്രകാശം തന്റെ ഹൃദയത്തിനടുത്ത് എത്തിക്കഴിഞ്ഞാൽ താൻ മരണപ്പെടുമെന്നും അവളോട് പറയുന്നു. തന്റെ രക്തം കൊണ്ട് അവന്റെ മരണം തടയാമെന്ന് വിചാരിക്കുന്ന പെൺകുട്ടിയാവട്ടെ തന്റെ കൈകൾ അവന് നീട്ടിക്കൊടുക്കുന്നു. എന്നാൽ യുവാവ് ദേഷ്യത്തോടെ അവളുടെ കൈ തട്ടി മാറ്റി അവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ യുവാവ് പറയുന്നത് കാര്യമാക്കാതെ പെൺകുട്ടി അയാളുടെ മുറിയിലേക്ക് പോകുന്നു. അവളുടെ കയ്യിലെ മുറിവ് കണ്ടപ്പോൾ ഒരു തുണി വെച്ച് അവളുടെ കൈ ശ്രദ്ധാപൂർവം കെട്ടിക്കൊടുക്കുന്നു. എന്നാൽ ഈ സമയത്ത് പൂർണ്ണചന്ദ്രൻ രക്തപൂർണിതമാവുകയും അവന്റെ കണ്ണുകൾ രക്തവർണമാവുകയും പെൺകുട്ടിയെ കടിക്കാനായി അവൻ അവളെ വലിച്ചടിപ്പിക്കുന്നു. എന്നാൽ ഈ സമയത്ത് പെൺകുട്ടി എന്തൊക്കെ സംഭവിച്ചാലും അവനെ വിട്ടു പോകില്ല, അവന്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് പറയുന്നു. അങ്ങനെ അയാൾ ഇച്ഛാശക്തി വീണ്ടെടുക്കുന്നു. ഈ സമയത്ത് അവന്റെ മുത്തശ്ശിയും കുടുംബ ഡോക്ടറും വന്നിട്ട് അവനെ നോക്കുന്നുണ്ട്. കുടുംബ ഡോക്ടർ അവന്റെ സ്ഥിതി മെച്ചപ്പെട്ടു എന്ന് പറയുന്നു. കേട്ട മുത്തശ്ശി വളരെയധികം സന്തോഷമാവുകയും മാസത്തിലൊരിക്കൽ യുവാവ് ഇങ്ങനെ ഭ്രാന്തനെ പോലെ പെരുമാറും. ഇനി മുതൽ പെൺകുട്ടി വേണം യുവാവിനെ വേണ്ട വിധം പരിചരിക്കാനെന്ന് മുത്തശ്ശി പറയുന്നു. പെൺകുട്ടിക്ക് വേണ്ടി വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും അവർ തയ്യാറാക്കുന്നു. എന്നാൽ പെൺകുട്ടി ധരിച്ച വസ്ത്രം വളരെ ചെറുതായിരുന്നു. ഇത് കണ്ട യുവാവട്ടെ അവളുടെ മേലേക്ക് ഒരു കോട്ട് വലിച്ചെറിയുന്നു.